ഹലോ മക്കളെ, മോഡൽ എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ കാണുക എന്നുള്ളതാണ്. ആ ക്വസ്റ്റിനകത്തുള്ള പാറ്റേണുകൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അതിന്റെ പബ്ലിക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ രണ്ട് എക്സാമിനേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നു. ഒന്ന് മോഡൽ എക്സാമിനേഷൻ, അതുപോലെ തന്നെ പബ്ലിക് എക്സാമിനേഷൻ. ഇതിന്റെ കമ്പാരിസണും ഒക്കെ പല കുട്ടികളും ചർച്ച ചെയ്യുന്നുണ്ട്. മോഡൽ ടഫ് ആണെങ്കിൽ പബ്ലിക് ഈസി ആയിരിക്കും, അല്ലെങ്കിൽ ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അതുകൊണ്ട് മോഡൽ എക്സാമിനേഷന്റെ പാറ്റേൺ സാർ ഇവിടെ കാണിക്കാൻ പോവുകയാണ്. ആ മോഡൽ എക്സാമിനേഷൻ എന്തൊക്കെയായിരുന്നു കുട്ടികൾ കഴിഞ്ഞ വർഷം ഫേസ് ചെയ്തത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തൊക്കെയായിരുന്നു അഡ്വാൻറ്റേജ് വന്നിരുന്നത്, ഈ കാര്യങ്ങളൊക്കെ സാർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് 60 മാർക്സിനാണ്. അതുപോലെ തന്നെ കൂൾ ഓഫ് ടൈം 50 മിനിറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? കൂൾ ഓഫ് ടൈം 50 മിനിറ്റ്സ് വരുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ കൂൾ ഓഫ് ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻ അവസാനം വരെ വായിച്ചു നോക്കുക. ഓർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ആവശ്യമുള്ളത്, അതായത് നമുക്ക് അത്രയും 100% ഷുവർ ഉള്ളത് മാത്രമേ നിങ്ങൾ അറ്റൻഡ് ചെയ്യാവൂ. നമുക്കൊരു 2 hours കിട്ടുന്നത്. അപ്പൊ 2 മണിക്കൂറും 15 മിനിറ്റ് കോൾ ഓഫ് ടൈം കിട്ടുന്നുണ്ട്. ഈ സമയത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടൻസി കംപ്ലീറ്റ് ചെയ്യണം. ടൈം മാനേജ്മെന്റ് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും നെയിമും ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. ഇനി ഇൻസ്ട്രക്ഷൻസ് ആണ് ഒന്നാമത്തെ പേജിൽ ഉണ്ടാവുക. അത് കൂൾ ഓഫ് ടൈമിൽ ഇൻസ്ട്രക്ഷൻസ് വായിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ സമയം കളയരുത്. ആൻഡ് വെൻ വി ആർ മൂവിങ് ടു ദ സെക്കൻഡ് പേജ് അല്ലേ, നമ്മൾ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ആ കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്നത് 1 മാർക്കിന്റെ 7 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആ ക്വസ്റ്റ്യൻസ് സാധാരണ ക്വസ്റ്റ്യൻ തന്നെ എന്തായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരുന്നത്. വാട്ട് ഡസ് ഡിപ്രീസിയേഷൻ റിവേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ വിച്ച് അക്കൗണ്ടിംഗ് മെത്തേഡ് മാച്ചസ് റവന്യൂ വിത്ത് എക്സ്പെൻസസ് പീരീഡ് മാച്ചിങ് എങ്ങനെയാണ് വരുന്നത്. ഇനി പിക്ക് ഔട്ട് ദ റോങ് പെയർ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആസ് പെർ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ഓൺ ഓഫ് ദ ബിസിനസ് ഈസ് എ ക്രെഡിറ്റ് അല്ലേ. ഇത്തരത്തിലുള്ള സാധാരണ ക്വസ്റ്റ്യൻ, വലിയ ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു കുട്ടികൾക്ക് എവിടെ ചോദിച്ചിരുന്നത്, MCQല് ചോദിച്ചിരുന്നത്. ഇനി അതിന്റെ മലയാളം വേർഷൻ ഉണ്ട്. അപ്പൊ മലയാളത്തിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ സാധ്യത. ഒന്ന്, ഒരു പേജ് മുഴുവൻ ഇംഗ്ലീഷിൽ, അടുത്ത പേജ് മലയാളത്തിൽ. ചില ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് ഒരു പേജിൽ തന്നെ പകുതിയിൽ ഇംഗ്ലീഷിൽ, തൊട്ടിപ്പുറത്ത് മലയാളത്തിൽ, ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ കണ്ട് പെട്ടെന്ന് പാനിക് ആവരുത്. പെട്ടെന്ന് നമ്മൾ അതിന്റെ ഒരു മൂഡിലേക്ക് മാറരുത്, വേറൊരു മൂഡിലേക്ക് മാറും. കാരണം നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് രീതിയിലും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഇംഗ്ലീഷ് കണ്ടെങ്കിൽ മനസ്സിലാവും. ഐ മീൻ ഫസ്റ്റ് പേപ്പർ വരുന്നത് അക്കൗണ്ടൻസി ആണല്ലോ. കോർ പേപ്പറിലെ ഫസ്റ്റ് സബ്ജക്ട് അക്കൗണ്ടൻസി ആണ്. പിന്നീട് അക്കൗണ്ട് ഇക്വേഷന്റെ ക്വസ്റ്റ്യൻ 5ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. ഒരുപാട് തവണ പബ്ലിക് എക്സാമിനൊക്കെ ചോദിച്ചാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ കറക്റ്റ് ആണെന്നും മറ്റെല്ലാം ഇൻകറക്റ്റ് ആണെന്നും ഇത് മാറി 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 ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അൺഫേവറബിൾ ബാങ്ക് ബാലൻസ് മീൻസ് എന്താണ്? നമുക്കറിയാം ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് അകത്ത് നമ്മൾ ആദ്യം പഠിക്കുന്നത് ഫേവറബിൾ ബാലൻസ് പറഞ്ഞാൽ ക്യാഷിൽ ഡെബിറ്റ് ആണ്, പാസിൽ ക്രെഡിറ്റ് ആണ്. അതുപോലെ തന്നെ അൺഫേവറബിൾ ക്യാഷിൽ ക്രെഡിറ്റ് ആണ്, പാസിൽ ഡെബിറ്റ് ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചാണ്. അപ്പൊ ആ ഭാഗത്ത് ഈ ക്വസ്റ്റ്യൻ ഇതും റിപ്പീറ്റഡ് ആണ്, പല തവണ എക്സാമിനേഷൻ ചോദിച്ച ചോദ്യമാണ്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു പ്രീവിയസ് ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെയാണ് വന്നിരുന്നത്. ആൻഡ് 7ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഫൈൻഡ് ഔട്ട് ഓഡ് വേജസ്, ഫാക്ടറി ആൻഡ് സാലറി, കാരേജ് ഇൻവേർഡ്, ഡയറക്ട് എക്സ്പെൻസ്, ഇൻഡയറക്ട് എക്സ്പെൻസുകളും ഉണ്ടല്ലോ. ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലും ഐറ്റംസ് മാർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതിനായിട്ട് ബന്ധപ്പെട്ട ഡയറക്റ്റും ഇൻഡയറക്റ്റും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ MCQ ഇല്ലാതെ ചോദിച്ചു. അതായത് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഡാഷ് ടു ദ ബിസിനസ്, അസറ്റ് ആണ് അല്ലേ. അപ്പൊ എന്തായാലും ഒരു പ്രീപെയ്ഡ് ഒരു MCQ ഇല്ലാത്തൊരു ചോദ്യം 8 ക്വസ്റ്റ്യന്റെ അകത്തുനിന്ന് 7 മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അതിനാണ് കൂൾ ഓഫ് ടൈം യൂസ് ചെയ്യുന്നത്. അപ്പൊ കൂൾ ഓഫ് ടൈം യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഈ 7 നിങ്ങൾക്ക് ആദ്യമേ പിക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് പോയത് നമുക്കറിയാം ഈച്ച് കാരീസ് 2 സ്കോർസ് ആണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊരു തിയറി പ്രതീക്ഷിക്കണം അല്ലെ. തിയറി ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം. വേജസ് പെയ്ഡ് ഫോർ ഡൊമസ്റ്റിക് പർപ്പസ് റോങ്ലി ഡെബിറ്റഡ് ദ വേജസ് അക്കൗണ്ട്, റൈറ്റ് ദ റെക്ടിഫിക്കേഷൻ എൻട്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എമൗണ്ട് തന്നിട്ടില്ല, എമൗണ്ട് തരാതെ റെക്ടിഫിക്കേഷൻ എൻട്രി ആണ്. അതായത് ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി റോങ്ലി ഡെബിറ്റഡ് വേജസ് അക്കൗണ്ട് ആണ്. അപ്പൊ വേജസ് അക്കൗണ്ടിലേക്ക് റോങ് ആയിട്ട് ഡെബിറ്റ് ചെയ്ത് വേജസിനെ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കൃത്യമായ ഒരു തിയറിക്ക് പകരം ജേണൽ എൻട്രി മാത്രം ചോദിച്ചു, ഇവിടെ എമൗണ്ട് ഇല്ലാതെ. വാട്ട് ഡു മീൻ ബൈ ദ കൺസിസ്റ്റൻസി കൺസെപ്റ്റ്? കൺസെപ്റ്റിന്റെ ഭാഗത്ത് അല്ലെ, പ്രിൻസിപ്പിൾസിന്റെ ഭാഗത്ത് ഡയറക്റ്റ് ചോദ്യം കൺസിസ്റ്റൻസി അവിടെ എക്സാംസ് എല്ലാം വെച്ച് കൊടുത്താൽ മതി നമ്മൾ. അതായത് ഡിപ്രീസിയേഷന്റെ മെത്തേഡ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ കൺസിസ്റ്റൻസി മെത്തേഡ് നിങ്ങൾ എക്സാമിലേക്ക് വെക്കുക. പിന്നീട് സ്ഥിരമായിട്ട് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ കാണുന്നതാണ് നമ്മൾ ബാഡ് ഡെപ്സിന്റെ അഡ്ജസ്റ്റിന് മാത്രം പരീക്ഷ ചോദിക്കുക. അതായത് ട്രയൽ ബാലൻസ് എത്ര സൺഡ്രി ഡെപ്റ്റേഴ്സ് തരുന്നു, ബാഡ് ഡെപ്സ് തരുന്നു, അതുപോലെ തന്നെ ഫെർദർ ബാഡ് ഡെപ്സ് തരുന്നു. അപ്പം സാധാരണ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ഹൗ ദീസ് അപ്പിയർ ഇൻ ദ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, രണ്ട് സ്ഥലത്ത് ഇത് എങ്ങനെ എഫക്ട് ചെയ്യുന്നതാണ്. ബാഡ് ഡെപ്സ് ആണെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എഫക്ട് ചെയ്യുന്നു, ഡെപ്റ്റേഴ്സ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റ് എഫക്ട് ചെയ്യുന്നു. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് തവണ ചെയ്തതാണ്. അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം. ബാഡസ് ആണെങ്കിൽ ബാഡസിന്റെ കൂടെ ഫർദർ ബാഡസ് ആഡ് ചെയ്യണം, ഡെപ്റ്റേഴ്സ് ആണെങ്കിൽ ഫർദർ ബാഡസ് മൈനസ് ചെയ്യണം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇനി അതിന്റെ മലയാളം വേർഷൻ തന്നെ, മലയാളം നമ്മൾ വായിച്ച് സമയം പോക്കേണ്ട ആവശ്യമില്ല. പിന്നീട്
നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നുണ്ട് പർച്ചേസ് ബുക്കോ സെയിൽസ് ബുക്കോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ സബ്സിഡറി ബുക്സ് അതായത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 എന്ന് പർച്ചേസ് ഡാ ബുക്ക് ആണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിക്കുമ്പോൾ ഇൻവോയ്സ് നമ്പർ ഉണ്ടായിരുന്നു. പല കുട്ടികൾ ഇൻവോയ്സ് നമ്പർ എഴുതാതെ പോയിട്ടുണ്ട്. ഇൻവോയ്സ് നമ്പർ കൃത്യമായി നിങ്ങൾ അതിൽ നോട്ട് ചെയ്യണം. ഒന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തേതിനകത്ത് നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നില്ല. ഇനി മൂന്നാമത്തിനകത്തും ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നില്ല. ട്രേഡ് ഡിസ്കൗണ്ട് ഇല്ലാത്ത നോർമലി ക്വസ്റ്റ്യൻ, കാരണം മാർക്ക് കുറവാണല്ലോ അവിടെ. പിന്നെ സ്ഥിരമായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തെ ചാപ്റ്റർ 1 എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഗ്രോസ് പ്രോഫിറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ. കൃത്യമായി, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്നാണ് ചോദിക്കുക. ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മാത്രം. ഇവിടെ ചോദിച്ചിരുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആയിരുന്നു. അതിൽ ഡയറക്റ്റ് ആയിരുന്നു ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, വേജസ്, സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, കാരേജ് ഔട്ട്വേർഡ്സ്. കാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഗ്രോസ് പ്രോഫിറ്റിനെ എഫക്ട് ചെയ്യുന്നതല്ല, നെറ്റ് പ്രോഫിറ്റിനെ എഫക്ട് ചെയ്യുന്നതാണ്. അപ്പൊ കാരേജ് ഔട്ട്വേർഡ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഐറ്റമേ അല്ല. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. അറിയാതെ തെറ്റിപ്പോരുത്. ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ്, വേജസ് മാത്രമല്ല. ഇത്തരത്തിലുള്ള ചോദ്യമായിരുന്നു കഴിഞ്ഞ വർഷം. ഇനി 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും അവിടെ നമുക്ക് എക്സ്പ്ലനേഷന് വേണ്ടി തിയറി ചോദിക്കാറുണ്ട്. ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഇവിടെ ഒബ്ജക്റ്റീവ്സ് ആണ്. 3 മാർക്കിനായതുകൊണ്ട് 3 ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിച്ചിരുന്നത്. അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് കാറ്റഗറീസ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ടേം ചോദിക്കാറുണ്ട്. ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ലയബിലിറ്റി, റവന്യൂ എന്ന് പറയുന്ന ടേം ചോദിക്കാറുണ്ട്. അപ്പൊ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് വേണ്ടി മക്കൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ ഒരു തിയറി മക്കൾ പ്രതീക്ഷിക്കണം. പിന്നീട് ഒരു കോമൺ ജേണൽ എൻട്രി ചോദിച്ചത്, അതായത് നമ്മൾ സാധാരണ എല്ലാ ക്ലാസ്സിലും വർക്കൗട്ട് ചെയ്യുന്ന ജേണൽ എൻട്രി ചോദിച്ചു. സ്റ്റാർട്ടഡ് ബിസിനസ് ക്യാഷ്, ഒരു കോമൺ ജേണൽ എൻട്രി. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്, സോൾഡ് ഗുഡ്സ് ടു ലാലു എന്ന് പറയുന്ന ക്രെഡിറ്റ് സെയിൽസ്. ഇത്തരത്തിലുള്ള ഒരു കോമൺ ജേണൽ എൻട്രി. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലേക്ക് വരും അങ്ങനെയൊക്കെയാണല്ലോ ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. കോമൺ ജേണൽ എൻട്രി ആണ്. ഇനി അതിന്റെ മലയാളം വേർഷൻ ആയിരുന്നു. പിന്നീട് ക്വസ്റ്റ്യൻ വന്നിരുന്നത് സിമ്പിൾ കോളം ക്യാഷ് ബുക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ? അതായത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 പർച്ചേസ് ബുക്ക് ചോദിച്ചു കഴിഞ്ഞു. ഇനി സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ചോദിക്കുകയാണ്. അപ്പൊ ഇനി ഡബിൾ കോളം മേ ബി ഉണ്ടാകാതിരിക്കാം. അപ്പൊ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് കഴിഞ്ഞ വർഷം ചോദിച്ചു. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം മനു, പർച്ചേസ് ഗുഡ്സ് ഫ്രം മുരളി ഫോർ ക്യാഷ് ആണ്, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, പെയ്ഡ് റെന്റ്, സോൾഡ് ഗുഡ്സ് ടു രോഹൻ ഓൺ ക്രെഡിറ്റ്. ഒരു ക്രെഡിറ്റ് സെയിൽസ് ക്വസ്റ്റിനകത്ത് തന്നു, തെറ്റിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ക്രെഡിറ്റ് സെയിൽസ് വരികയാണെങ്കിൽ സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യില്ല എന്നുള്ള. അപ്പൊ സിമ്പിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 3 മാർക്കിനായിരുന്നു മക്കളെ. അപ്പം സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് എല്ലാ കുട്ടികളും അന്നത് വർക്കൗട്ട് ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട്. അത്രയും എളുപ്പമായിരുന്നു. ഇനി ഒരു തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചു. റൈറ്റ് ദ 3 കോസസ് ഡിസഗ്രിമെന്റ് ബിറ്റ്വീൻ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആൻഡ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. പാസ്ബുക്കിന് ക്യാഷ് ബുക്കിന് BRSന്റെ ചാപ്റ്ററിൽ നിന്നും രണ്ടിന്റെയും ഡിഫറൻസ് നമ്മൾ ഒരുപാട് 8ഓളം ഡിഫറൻസ് പഠിക്കുന്നതാണ്. അതിൽ ഏതെങ്കിലും 3 ഡിഫറൻസ് ചോദിച്ചുള്ളൂ. മെൻഷൻ 3 ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൊവിഷൻസ് ആൻഡ് റിസർവ്. നമ്മുടെ +1 അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫറൻസുകൾ പഠിച്ചു വെക്കാറുണ്ട്. നമ്മൾ പ്രൊവിഷൻസിന്റെ റിസർവിന്റെ ഡിഫറൻസ് പഠിക്കാറുണ്ട്, ജേണലിന്റെ ലെഡ്ജറിന്റെ ഡിഫറൻസ് പഠിക്കാറുണ്ട്, സ്ട്രേറ്റ് ലൈൻ മെത്തേഡിന്റെയും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിന്റെയും ഡിഫറൻസ് പഠിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഡിഫറൻസുകൾ ഏതെങ്കിലും ഒന്ന് ചോദിക്കാറുണ്ട്. ആൻഡ് റൈറ്റ് ദ ക്ലോസിംഗ് എൻട്രീസ് ആൻഡ് 2 എക്സാമ്പിൾസ് ഓഫ് ക്ലോസിംഗ് എൻട്രി. ക്ലോസിംഗ് എൻട്രീസ് ചോദിക്കാം. ജേണൽ എൻട്രിയിൽ ഓപ്പണിംഗ് എൻട്രി ഉണ്ട്, ക്ലോസിംഗ് എൻട്രി ഉണ്ട്, റെക്ടിഫിക്കേഷൻ അല്ലേ. അപ്പൊ ക്ലോസിംഗ് എൻട്രീസ് ചോദിക്കാറുണ്ട്. അപ്പം ട്രേഡിനെ കൊണ്ട് ക്ലോസിംഗ് എൻട്രി ചോദിക്കാം. ആ രീതിയിലുള്ള ക്ലോസിംഗ് എൻട്രീസ് ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും തിയറി ഉണ്ടാവും. റൈറ്റ് ദ അഡ്ജസ്റ്റിംഗ് എൻട്രി ഫോർ ദ ഫോളോയിങ് അഡ്ജസ്റ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ അഡ്ജസ്റ്റ്മെന്റ് അകത്ത് ഔട്ട്സ്റ്റാൻഡിംഗ്, പ്രീപെയ്ഡ്, ഇൻകം റിസിഡന്റ് അഡ്വാൻസ്, ഡിപ്രീസിയേഷൻ, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്, ബാഡ് ഡെബ്റ്റ്സ്, ഇവയെല്ലാം വരാൻ കാരണം അവിടെ ഒരു ജേണൽ എൻട്രി ഉണ്ട്. നമുക്കറിയാം അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഒക്കെ നമ്മൾ ജേണൽ പ്രോപ്പർ റെക്കോർഡ് ചെയ്യുക. അപ്പൊ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ്, വേജസ് ഔട്ട്സ്റ്റാൻഡിംഗിന് എൻട്രി ചോദിച്ചു. അപ്പൊ വേജസ് അക്കൗണ്ട് വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് വരുന്നു. അത്തരത്തിലുള്ള പ്രീപെയ്ഡ്, ഇൻകം ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകത്തിന് ചോദിച്ചു, ഇൻകം റിസീവ്ഡ് ആയിരുന്നു. അപ്പൊ 2 ഇൻകത്തിന്റെയും 2 എക്സ്പെൻസിന്റെയും ജേണൽ എൻട്രി ചോദിച്ചു. ജേണൽ എൻട്രികൾ എക്സാമിനേഷന് പ്രീവിയസിലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇനി ഡിപ്രീസിയേഷൻ എന്ന ചാപ്റ്റർ നിന്നാണ്. ഡിപ്രീസിയേഷനിൽ പർച്ചേസ് വന്നിട്ടുണ്ടോ, സെയിൽസ് വന്നിക്കുന്നുണ്ടോ, കുട്ടികൾ സ്ഥിരമായിട്ട് ചോദിക്കുക, സാർ അത് ചോദിക്കാറുണ്ടോ? ഇങ്ങനെയാണോ? അപ്പൊ കഴിഞ്ഞ വർഷം ചോദിച്ചത് ഓപ്പണിംഗ് ഡേറ്റ് January 1 ആയിരുന്നു. മെഷീനറി പർച്ചേസ് ചെയ്ത് 50,000 rupees ആണ്. ഡിപ്രീസിയേഷൻ 10% ആണ്. അഡീഷണൽ മെഷീനറി 30,000 വാങ്ങിയിട്ടുണ്ട്. ആൻഡ് അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. സെയിൽസ് വന്നിക്കില്ല, ഡിസ്പോസൽ വന്നിക്കില്ല. ഒരു ഒറിജിനൽ പർച്ചേസും അതുപോലെ തന്നെ അഡീഷണൽ പർച്ചേസും ആണ് ചോദിച്ചത്. അക്കൗണ്ട്സ് ക്ലോസ് ചെയ്ത് 31 ഡിസംബറിലാണ്. അവ സിമ്പിൾ ആയിട്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഡിപ്രീസിയേഷൻ ഭാഗത്തു നിന്നും മെഷീനറി അക്കൗണ്ട് അല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നല്ലപോലെ കരുതിയിരിക്കുക. സെയിൽസും വരാൻ സാധ്യതയുണ്ട്. അതിന്റെ മലയാളം വേർഷൻ ആണ്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും BRSന്റെ ക്വസ്റ്റ്യൻ ഇല്ലാതെ പറ്റില്ല. നമുക്ക് BRSന്റെ ക്വസ്റ്റ്യൻ കമ്പൽസറി ആണ്. BRSന്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പാസ്ബുക്ക് ആണോ, ക്യാഷ് ബുക്ക് ആണോ, പാസ് മൈനസ് ആണോ, ക്യാഷ് മൈനസ് ആണോ കുട്ടികൾ ചോദിക്കാറ്, ഓടിയാണ് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നത് പാസ്ബുക്ക് ആണ്. പാസ്ബുക്കിന്റെ ബാലൻസ് വെച്ചാണ്, ഡെപ്പോസിറ്റ് ബാലൻസ് ആണ്. പാസ്ബുക്കിന്റെ പോസിറ്റീവ് ബാലൻസ് ഫേവറബിൾ. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നതിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. 3 ചെക്കില് 3 ചെക്ക് ഇഷ്യൂഡ് ആയിരുന്നു. And but the check of 3,400 was not presented till 31st. ഒരു ചെക്ക് മാത്രമേ നോട്ട് പ്രസന്റഡ് ഉള്ളൂ. അപ്പൊ 3 ചെക്കിൽ 1%. അപ്പം ചെക്ക്
ഏതാണോ അൺപ്രസന്റ് അതാണ് നമ്മൾ എടുക്കേണ്ടത്. ആൻഡ് അതുപോലെ തന്നെ 2 ചെക്ക് ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഒരു ചെക്ക് മാത്രമാണ് നോട്ട് ക്ലിയർഡ്. ചെക്ക് ഡെപ്പോസിറ്റ് ബട്ട് നോട്ട് ക്ലിയർഡ് ഒന്ന് മാത്രം എടുത്താൽ മതി. ഇത്തരത്തിൽ ചെറിയൊരു ട്വിസ്റ്റിംഗ് അവിടെ ഉണ്ടായിരുന്നു. ബിൽസ് റിസീവബിൾ കളക്ടർ ആൻഡ് ബാങ്ക് ആൻഡ് ഓൺലി ഇൻ ദ പാസ്ബുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ബാങ്ക് ചാർജസ് നോട്ട് സീൻ എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബിൽസ് റിസീവബിൾ ഡിസ്കൗണ്ട് ആവുന്നൊക്കെ ട്രാൻസാക്ഷൻ പഠിച്ചു വെച്ച് നല്ല വലിയ ഒരു കുഴപ്പമില്ലാത്ത ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്നത്. തീർച്ചയായും ജേണൽ എൻട്രി ഭാഗത്ത് ലെഡ്ജർ GST എൻട്രീസ് ചോദിച്ചിരുന്നു. നോർമൽ ക്വസ്റ്റ്യൻ ആണ്. CGSTയും SGST ആണ്. അതായത് ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് സെയിൽസ് ആണ്. രാഹുൽ സോൾഡ് ആൻഡ് പെയ്ഡ് ട്രാൻസ്പോർട്ട് ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതും ഒരു പർച്ചേസും ഒരു സെയിൽസും. അതിന് കൂടെ നമുക്കറിയാം എക്സ്പെൻസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഇൻപുട്ട് ആണ് വരുന്നത്, സെയിൽസ് ആണെങ്കിൽ ഔട്ട്പുട്ട് ആണ് വരുന്നത്. ഇവിടെ പെയ്ഡ് എക്സ്പെൻസ് ആണ്, ഇൻപുട്ട് ആണ് വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള GSTയുടെ എൻട്രി 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഫോളോയിങ് അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്. നേരത്തെ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചോദിച്ചു അല്ലേ, 2 മാർക്കിന് ചോദിച്ചു. അതുപോലെ തന്നെ ഇവിടെ 4 മാർക്കിന് വീണ്ടും 4 മാർക്ക്. അപ്പൊ 5 മാർക്കിന് ഇവിടെ തന്നെ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് നമുക്ക് 5 മാർക്കിന് ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ, 6 മാർക്കിന് ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ. അപ്പൊ ഇതിന് ഡയറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് മക്കളെ കഴിഞ്ഞ മോഡൽ എക്സാമിനേഷൻ ചോദിച്ചിരുന്നത്. എന്നെ എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ക്വാളിറ്റേറ്റീവ് കാറ്റഗറീസ്. സ്ഥിരമായിട്ട് മിക്ക പ്രീവിയസ് ക്വസ്റ്റിനകത്തും കാണുന്ന ക്വസ്റ്റ്യൻ ആണ് ക്വാളിറ്റേറ്റീവ് കാറ്റഗറീസ് ചോദിക്കുക. 25ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരുന്നത്. ഇനി നമുക്ക് വലിയ മാർക്കിലേക്ക് വരികയാണെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം. നമുക്ക് 6 മാർക്കിന് ചോദിച്ചിരുന്നത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ പബ്ലിക് എക്സാമിന് ഇതേപോലെ എല്ലാവരും ക്വസ്റ്റ്യൻ എന്നുള്ള കുട്ടികൾക്ക് നല്ലോണം അറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് സാറേ ട്രയൽ ബാലൻസ് കുട്ടികളൊക്കെ ചോദിക്കാം. സാറേ നമുക്ക് കൺഫ്യൂഷൻ ആക്കുന്ന ഏതെങ്കിലും ആൾ വരുമോ? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, സെയിൽസ്, വേജസ്, റെന്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് അലൗഡ്, ബാഡ് ഡെപ്റ്റ്സ്, ഫാക്ടറി റെന്റ്, കാരേജ് ഔട്ട്വേർഡ്. സാധാരണ ഐറ്റം തന്നെയാണ്. ഫാക്ടറി പേടിക്കേണ്ട ആവശ്യമില്ല. വേജസ് ഒക്കെ എഴുതുന്ന പോലെ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസിലാണ് വരിക. അപ്പൊ ചെറിയൊരു ട്രയൽ ബാലൻസ് നിങ്ങൾ നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9 ഐറ്റം മാത്രം വരുന്ന ചെറിയ കുഞ്ഞു ട്രയൽ ബാലൻസ് ആണ് ചോദിച്ചിരുന്നത്. ഇനി അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിലോ നമുക്ക് വളരെ സിമ്പിൾ ആയുള്ള ബാഡപ്സ് ഇല്ലാതെ അഡ്ജസ്റ്റ്മെന്റ്. കാരണം ബാഡപ്സ് അവിടെ സെപ്പറേറ്റ് ചോദിച്ചു കഴിഞ്ഞു. ക്ലോസിംഗ് സ്റ്റോക്ക്, വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ്, റെന്റ് റിസീവ്ഡ്, അഡ്വാൻസ് ആണ്. ഫെർദർ ബാഡപ്സ് മാത്രമേ ചോദിച്ചുള്ളൂ. അതായത് നമുക്ക് ന്യൂ പ്രൊവിഷൻ ഒന്നും ചോദിക്കാത്ത രീതിയിലുള്ള സാധാരണ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ബാഡപ്സ് ക്വസ്റ്റ്യനകത്തില്ലായിരുന്നു. ഫെർദർ ബാഡപ്സ് മാത്രമേ റെക്കോർഡ് ചെയ്യാനുള്ളൂ എന്നുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ 2 ക്വസ്റ്റ്യനകത്ത് ഏതെങ്കിലും എനി 2 ക്വസ്റ്റ്യൻ ആണ്. 26, 27, 28 3 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. നമുക്ക് എന്തായാലും വളരെ കോൺഫിഡൻസ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ കുട്ടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരുന്നത് ഏറ്റവും സിമ്പിൾ ആയിരുന്നു. നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ പ്രിപ്പയർ ട്രയൽ ബാലൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഐറ്റം തന്നുകൊണ്ട് ട്രയൽ ബാലൻസ്. അതിന്റെ ഏറ്റവും വലിയ സൗകര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കുട്ടികൾ ചെറിയ എളുപ്പം എഴുത്ത് തൊട്ട പുറകിൽ ഒരു ട്രയൽ ബാലൻസ് കിടക്കും. ഒരു ഐഡിക്ക് വേണ്ടി ഒരു ട്രയൽ ബാലൻസ് കിടക്കുന്നുണ്ട്. അതും കൂടി റെഫറൻസിന് എടുത്തുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്തു, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും സിമ്പിളായി മെഷീനറി ആണെങ്കിൽ ഡെബിറ്റ് ആണ്, ഡെപ്റ്റർ ഡെബിറ്റ് ആണ് അല്ലെ, സെയിൽസ് ക്രെഡിറ്റ് ആണ്, ക്യാഷ് ഡെബിറ്റ് ആണ്, വേജസ് ഡെബിറ്റ് ആണ്, എപ്രീസിയേഷൻ ഉണ്ട്, പർച്ചേസ് ഉണ്ട്, സെയിൽസ് റിട്ടേൺ ഉണ്ട്. അപ്പോൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ട്രയൽ ബാലൻസ് ചോദിച്ചു. കൂടാതെ നമ്മളെല്ലാവരും ഷോക്കായി പോയി. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഷോക്കായി പോയത് ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോയായിരുന്നു. അതായത് പെറ്റി ക്യാഷ് ബുക്ക് 6 മാർക്കിന് ചോദിച്ചു അല്ലെ. എത്ര മാർക്ക് വേണമെങ്കിൽ ചോദിക്കാം, കുഴപ്പമില്ല. എന്നാലും പെറ്റി ക്യാഷ് ബുക്ക് നമ്മൾ 6 മാർക്കിന് ഒരിക്കലും പ്രതീക്ഷയുണ്ടാവില്ല. പെറ്റി ക്യാഷ് ബുക്ക് 6 മാർക്സിന് ചോദിച്ചു. കുട്ടികൾക്കൊക്കെ ലെക്കായിരുന്നു കഴിഞ്ഞ മോഡൽ എക്സാമിനേഷൻ. അപ്പം അടിപൊളിയായിട്ട് മോഡൽ എക്സാമിനേഷൻ പഠിക്കുക, നല്ലോണം പ്രിപ്പയർ ചെയ്യുക. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ഒരു ക്വസ്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കഴിഞ്ഞ വർഷം മോഡൽ എക്സാമിനേഷൻ. ഇനി വരാൻ പോകുന്ന നാളത്തെ എക്സാമിനേഷൻ നമുക്ക് അടിപൊളി ക്വസ്റ്റ്യൻ പേപ്പർ ആവട്ടെ. നമ്മൾ വെൽ പ്രിപ്പയർഡ് ആണെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഈസി ആയിരിക്കും, നമുക്ക് എളുപ്പമായിരിക്കും, ഫുൾ മാർക്ക് അടിക്കാൻ പറ്റും. സോ ഓൾ ദ ബെസ്റ്റ്.